അഷ്കർ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അഖിലന്നാരിയുടെ ആ ഒരു ഇഷ്യൂവിൻ്റെ ബേസ് ചെയ്തിട്ടായിരുന്നു. കുറേയധികം പേര് റിയാക്ഷൻ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇത് കണക്ക് റിയാക്ഷൻ ചെയ്യുന്നത്, ഇവരുടെ ഫാമിലിയിൽ ഇത് കണക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവരിത് എടുത്തു വെച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അഷ്കർ ഉണ്ടെങ്കിൽ അവർക്കെതിരെയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് ഈ ഒരു സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സായി കൃഷ്ണയ്ക്കെതിരെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഫ്രണ്ട്സാന്ന് പറഞ്ഞിട്ട് പോലും ഇങ്ങനത്തുള്ള കണ്ടൻറ്റ് ചെയ്യാനും അതിലൂടെ അരി വാങ്ങാനൊക്കെ നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം രീതിയിൽ ഈ ഒരു അഷ്കർ ഉണ്ടെങ്കിൽ സായിക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് താഴെ വന്നിട്ട് സായി ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നീ എന്തുവാ ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേയധികം പേര് ഈ ഒരു അഷ്കറിൻ്റെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റ് ചിലർ താഴെ വന്നിട്ട് കമൻ്റ് ഇടുന്നുണ്ട്. നീ ഇപ്പം ഈ ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കുമ്പോൾ ആൾക്കാർ ആദ്യമായിട്ട് കാണുന്നവർ ഇതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി ഇവരുടെ ചാനലൊക്കെ പോയി കാണും. അപ്പോൾ അവർ മനസ്സിലാക്കത്തില്ലേ, അപ്പം നീ ചെയ്യുന്നതും ഇതേ കണക്ക് നിനക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നീയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പം നീയും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ചോദിക്കുന്നത്. അത് നമുക്ക് ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. അഷ്കറും ഇതേ കണക്ക് തന്നെയാണ് ഇപ്പം ചെയ്യുന്നത്, അറിയാത്തവരിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അഷ്കർ ചെയ്യുന്നതും തെറ്റ് തന്നെയാണ്. എന്നിട്ട് അഷ്കർ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിൽ നമുക്ക് യോജിക്കാൻ പറ്റാത്തൊരു കാര്യം കൂടിയാണ്.